നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി ഇറാൻ. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രകോപിതനായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ നടപടി കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് ആരോപിച്ചാണ് ഇറാന്റെ ഈ അടിയന്തര നീക്കം. കൂടാതെ തങ്ങളുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ വകമാറ്റി ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളെ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നും ഇറാൻ കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹോർമൂസ് വീണ്ടും അടച്ചതോടെ മേഖലയിൽ വീണ്ടും സംഘർഷം കടുക്കുമോ എന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട്. നേരത്തെ ഇറാനും അമേരിക്കയും ഇന്ന് ജനീവയിൽ നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാർഡ് പിന്മാറിയതോടെയാണ് ചർച്ച റദ്ദാക്കിയിരിക്കുന്നത്. ലബനനിൽ ഇസ്രായേൽ തുടരുന്ന കനത്ത ആക്രമണം സ്ഥിതി വഷളാക്കുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പിന്മാറ്റം. വിഷയത്തെ ചൊല്ലി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇടയിൽ വാക്പോരും ശക്തമാകുന്നു. ലബനനിൽ അർദ്ധരാത്രി മുതൽ നടക്കുന്ന ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നതോടെ ഇറാൻ ഹോർമൂസ് വീണ്ടും അടച്ചു എന്നാണ് സൂചന. ഇസ്രായേൽ ആക്രമണം ചൂണ്ടിക്കാട്ടി ഇറാൻ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ലബനനിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ നടത്തിയ പരാമർശം ചർച്ചയാവുകയാണ്. ഇസ്രായേലിനെ സംരക്ഷിച്ച 2 ആയുധങ്ങളും അമേരിക്കൻ പൗരന്മാരുടെ നികുതിപ്പണമാണ് എന്നതായിരുന്നു പ്രസ്താവന. ഇസ്രായേൽ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചെന്ന റിപ്പോർട്ടുകൾക്കിടെ അമേരിക്ക ഇറാൻ ചർച്ച ഇന്ന് നടക്കുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാർഡ് സ്വിറ്റ്സർലാൻഡിലെത്തും. ഇറാൻ സ്പീക്കർ MB ഗാലിബാഫ് ചർച്ചയിൽ പങ്കെടുക്കുമെന്നും സൂചനകൾ. പാക് ഖത്തർ സംഘവും ചർച്ചകളിൽ പങ്കെടുത്തേക്കും. അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹോർമൂസ് അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ സ്വത്തുക്കൾ എടുത്ത ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് അനുവദിക്കില്ലെന്നും ഇറാന്റെ നിലപാട് ഉണ്ടായിരുന്നു. വെടിനിർത്തൽ ലംഘിച്ച് ലബനനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള വ്യോമാക്രമണങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങളിലും ഇന്ന് മാത്രം 20-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ലബനനിൽ ആക്രമണം നിർത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടില്ലെന്നാണ് പ്രസിഡന്റ് ട്രംപിനെ US രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയിച്ചിരിക്കുന്നതും. അതേസമയം പശ്മേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ധാരണയായി എന്ന റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നു. പ്രാദേശിക സമയം 4 മുതൽ വെടിനിർത്തൽ എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയും ഖത്തറും ഇടപെട്ടാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയിരിക്കുന്നത്. അതേസമയം ഹോർമൂസിൽ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഇറാൻ രംഗത്തെത്തി. കപ്പലുകൾ കടന്നുപോകാൻ അപേക്ഷ നൽകണം എന്ന് ഇറാന്റെ ഹോർമൂസ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. 48 മണിക്കൂർ മുമ്പ് റൂട്ട് ഉൾപ്പെടെ വിവരങ്ങൾ നൽകിയിരിക്കണം. മൈനുകളും കൂട്ടിയിടി സാധ്യതകളും കാരണമാണ് നിയന്ത്രണങ്ങൾ ഉള്ളത് എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാനെ പ്രകോപിപ്പിച്ചത് ഇസ്രായേൽ തീവ്ര വലതുപക്ഷ മന്ത്രി ഇതാമീർ ബെൻഗഫീർ ലെബനൻ ചുട്ടരിക്കണം എന്ന പ്രസ്താവനയോടെയാണ് എന്നും ഇസ്രായേൽ സ്ഥിരമായ യുദ്ധമാണ് എന്നുള്ള ഇറാൻ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞെന്നും US-ൽ നിന്ന് അവർക്ക് ഇനി നയാ പൈസ പോലും ലഭിക്കില്ലെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. സമീപകാലത്തുണ്ടായ യുദ്ധം ഇറാന്റെ സൈനിക ശേഷിയെ പാടെ തകർത്ത് തരിപ്പണമാക്കിയെന്നും നിലവിൽ അവർക്ക് വ്യോമസേനയോ നാവികസേനയോ പ്രധാന പ്രതിരോധ സംവിധാനങ്ങളോ അവശേഷിക്കുന്നില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച തുടർച്ചയായ കുറിപ്പുകളിലൂടെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനങ്ങളെ തള്ളിക്കൊണ്ട് ട്രംപ് നിലപാട് വ്യക്തമാക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്കായി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുകയാണെന്നാണ് സൂചന. നേരത്തെ നിശ്ചയിച്ചിരുന്ന ചർച്ചകൾ മാറ്റിവെച്ചതിനെ തുടർന്നാണ് ഇത്. ട്രംപിന്റെ മറ്റൊരു പ്രതിനിധിയും അദ്ദേഹത്തിന്റെ മരുമകനായ ജാരഡ് കുഷ്നറും ചർച്ചകളിൽ പങ്കെടുക്കാൻ സ്വിറ്റ്സർലാൻഡിൽ എത്തുമെന്നും കരുതുന്നു. ഇസ്രായേലും ഇറാനും പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ ലബനനിൽ ശക്തമായ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യാഴാഴ്ച തന്റെ സ്വിറ്റ്സർലാൻഡ് യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം അവസാനിക്കുന്നതിനായി ബുധനാഴ്ച വാഷിംഗ്ടണും ടെഹ്റാനും കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. US-ഇറാൻ വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിൽ 20 പേരോളമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്.
ഇതിന് തിരിച്ചടിയായി ഹോർമൂസ് കടലിടുക്ക് അടച്ചെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. എന്നാൽ കപ്പൽ സഞ്ചാരം തടസ്സപ്പെട്ടതിന് തെളിവുകളില്ലെന്നാണ് US വ്യക്തമാക്കുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ച് സ്വിറ്റ്സർലാൻഡിൽ പുരോഗമിക്കുന്ന തുടർ ചർച്ചകളെ പറ്റി ആശങ്ക ജനിപ്പിക്കുന്നതാണ് പുതിയ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിൽ ലബനനിൽ 47 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ US ഇസ്രയേലും നടത്തിയ വിശ്വാസവഞ്ചനയാണെന്നും ഹോർമൂസ് അടയ്ക്കുകയാണെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിക്കുന്നു. ഇതേസമയം ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുല്ല നടത്തിയിട്ടുള്ള റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് തിരിച്ചടി എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട്. ബാരിഷ് നഗരത്തിലെ 3 നില ഫ്ളാറ്റ് സമുച്ചയത്തിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഘർഷം അവസാനിപ്പിച്ച ധാരണാപത്രം അനുസരിച്ച് ലബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സായുധ ഗ്രൂപ്പുകളും സഖ്യകക്ഷികളും സൈനിക നടപടി ഉടനടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ ചർച്ചകളിൽ പങ്കാളികളല്ലാതിരുന്ന ഇസ്രയേൽ ലബനനിലെ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കുന്നതിനെ എതിർക്കുകയാണ്. വെടിനിർത്തൽ കരാറിനോടുള്ള പ്രതിബദ്ധതയുണ്ട് എങ്കിലും ഭൂമി പിടിച്ചെടുക്കാനോ അതിവേഗം വ്യാപിപ്പിക്കാനോ ഉള്ള ഇസ്രയേലിന്റെ ഏത് ശ്രമത്തെയും പ്രതിരോധിക്കുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. US ഇറാൻ താൽക്കാലിക യുദ്ധം ഉടനടി ശാശ്വതമായ സമാധാന കരാറാക്കി മാറ്റാനുള്ള ചർച്ചകളും തുടരുന്നുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനിയും തമ്മിലുള്ള വാക്പോരും തുടരുന്നു. മെലോനി ഇറ്റാലിയിൽ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ജനപ്രീതി കുറവാണെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ആരോപിക്കുന്നത്. G7 ഉച്ചകോടിക്കിടെ താനുമായി ഫോട്ടോയെടുക്കാൻ ആവർത്തിച്ച് മെലോനി ആവശ്യപ്പെട്ടു എന്നും സ്വന്തം രാജ്യത്ത് ജനപ്രീതി കുറയുന്നതിനാലാകാം മെലോനി ഇത്തരം തന്ത്രങ്ങൾ പയറ്റുന്നതെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇറ്റലിയിൽ അവരുടെ ജനപ്രീതി വളരെ മോശമാണ്. ഒരുപക്ഷെ ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്ന് ഇറാനെ തടഞ്ഞ ഇറ്റലിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമേരിക്കയെ അവർ നിരസിച്ചതുകൊണ്ടായിരിക്കാം അത്. നാറ്റോയും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇറ്റലിയുടെ സഖ്യകക്ഷിയായ US പകരം മെലോനി ഇറാനെയാണ് പിന്തുണയ്ക്കുന്നതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇറ്റലിയുടെ ലാൻഡിംഗ് സ്ട്രിപ്പുകളോ റൺവേകളോ ഉപയോഗിക്കാൻ പോലും അവർ ഞങ്ങളെ അനുവദിക്കുന്നില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. ഇറ്റലിയെയും നാറ്റോ സഖ്യത്തെയും സംരക്ഷിക്കാൻ കോടിക്കണക്കിന് ഡോളർ US സംഭാവന നൽകുന്നതാണ് ഇത്. ഇപ്പോൾ US ഇറാനെ സൈനികമായി തോൽപ്പിച്ചപ്പോൾ ജനപ്രീതി കൂട്ടാനായി മെലോനി വീണ്ടും സുഹൃത്താകാൻ വന്നിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം പ്രകോപനമില്ലാതെ ഇത്തരത്തിൽ നിരന്തരമായി ആക്രമിക്കുന്നത് ബുദ്ധിഹീനമാണെന്നാണ് മെലോനി പ്രതികരിക്കുന്നത്. തന്റെ ജനപ്രീതി ട്രംപുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിലല്ല നിലനിൽക്കുന്നതെന്നും അവർ പറയുന്നു. എന്റെ ജനപ്രീതി ഇറ്റലിയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാനുള്ള എന്റെ കഴിവിനെ ആശ്രയിച്ചാണുള്ളത്. അതാണ് താൻ ചെയ്യുന്നത്. എന്റെ ജനപ്രീതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജനപ്രീതിയിൽ ശ്രദ്ധിക്കൂ എന്ന് മെലോനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. G7 ഉച്ചകോടിക്കിടെ തന്നോടൊപ്പം ഫോട്ടോയെടുക്കാൻ മെലോനി കൊഞ്ചി എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നാണ് മെലോനിയുടെ പ്രതികരണം. അതേസമയം ഓൺലൈൻ സംഗീത പരിപാടിയിൽ ഹിജാബ് ധരിച്ചില്ലെന്ന കുറ്റത്തിന് അറസ്റ്റിലായ ഇറാനിയൻ ഗായിക പരസ്തു അഹമ്മദിക്ക് 74 ചാട്ടവാറടി ശിക്ഷ നൽകിയെന്ന വാർത്തകളും പുറത്തുവരുന്നു. 2024 യൂട്യൂബ് ചാനലിലൂടെ തത്സമയ സംപ്രേഷണം നടത്തിയ ഓൺലൈൻ സംഗീത പരിപാടിയിലാണ് തലമറച്ച് ഹിജാബ് ധരിച്ചില്ലെന്നാരോപിച്ച് പരസ്തുവിനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരസ്തുവിന്റെ സംഘത്തിലെ മറ്റ് 8 അംഗങ്ങൾക്കും ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഖോമിലെ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ചാട്ടവാറടിക്ക് പുറമെ 2 വർഷത്തേക്ക് ഇറാനിൽ നിന്ന് പുറത്തു പോകരുതെന്നും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും അതിന് വിലക്കുണ്ടെന്നും ആണ് റിപ്പോർട്ടുകൾ. അശ്ലീലവും അസന്മാർഗികവുമായിട്ടുള്ള ഉള്ളടക്കം നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പരസ്തുവിന്റെ അറസ്റ്റ് ഇറാനിലും രാജ്യാന്തര തലത്തിലും വലിയ വിവാദങ്ങൾക്കിടയാക്കുന്നു. ഭരണകൂടത്തെ വിമർശിക്കുന്ന കലാകാരന്മാരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണം.